കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ നൽകാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. 2017 മാർച്ച് 15 തുടങ്ങിയ പൊതിച്ചോർ വിതരണം ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവുമുണ്ട്. ഒരു നേരം 1000 പേർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇതുപോലെ പുനലൂർ താലൂക്ക് ആശുപത്രി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കടയ്ക്കൽ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലും ദിവസവും പൊതിച്ചോർ വിതരണമുണ്ട്. കഴിഞ്ഞ 8 വർഷം കൊല്ലം ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ വിശക്കുന്നവന് അന്നം ഒരു നേരം, അതായത് ഉച്ചയ്ക്ക് മാത്രം 1000 പേർക്കാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് 8 വർഷം പൂർത്തിയാകുകയാണ്. നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന നേരമാണ്. മാത്രമല്ല, ഇതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. വിശക്കുന്നവർക്ക് ഇവിടെ അന്നം നൽകുന്നതാണ്. നമ്മളോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ചേരുന്നുണ്ട്. ശ്യാം, വളരെ അഭിനന്ദനമായ കാര്യമാണ് വിശക്കുന്നവന് അന്നം കൊടുക്കുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ ഇത്രയും ഒരു 1000 പേർക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നത്? സംഘടന എങ്ങനെയാണ് അത് സംഘടിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇത്? 2017 മാർച്ച് മാസം 15-നാണ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറിൻ്റെ വിതരണം ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കൊടുത്ത മാതൃകയിലാണ് കൊല്ലത്തും ഈ പദ്ധതി ആരംഭിച്ചത്. നമ്മുടെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്ന് ഓരോ ദിവസക്കാരും ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഈ ജില്ലയിലെ 165 മേഖലാ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഏതാണ്ട് 70-75 മേഖലാ കമ്മിറ്റിയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തിലധികം വരുന്ന പൊതിച്ചോറ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പൊതിച്ചോറ് നിങ്ങൾ വീടുകളിൽ നിന്ന് പറഞ്ഞുണ്ടാക്കിയാണല്ലോ? നിങ്ങളുടെ വീടുകളിലാണ്, ഡിവൈഎഫ്ഐക്കാരുടെ വീട്ടിലാണോ, അല്ല എങ്ങനെയാണ് അത് ഉണ്ടാക്കി കിട്ടുന്നത്? എങ്ങനെയാണ്? ഡിവൈഎഫ്ഐക്കാരുടെ വീടുകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ നടന്നുണ്ട് എന്ന് പറഞ്ഞ് ആദ്യഘട്ടങ്ങളിലെല്ലാം നമ്മൾ നോട്ടീസെല്ലാം കൊടുത്ത് അവരെ സമീപിക്കുകയും അവരെല്ലാം വളരെ സ്നേഹപൂർവ്വം നമ്മൾ പൊതിച്ചോറ് തരുന്ന ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മരുന്നില്ല എന്നൊരു ആൾ പറഞ്ഞപ്പോൾ മരുന്ന് മാത്രമല്ല, ഞങ്ങൾ അവിടെ വരുന്ന രോഗികൾക്ക് പൊതിച്ചോറടക്കം വിശപ്പടക്കം മാറ്റുന്നു എന്ന് പറഞ്ഞ ചിന്ത അന്നൊരു വലിയ വൈറലാകുകയും ചെയ്തായിരുന്നു. നിങ്ങളുടെ ഉദ്യമം ഇപ്പോൾ 9ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതെ, 8 വർഷം പൂർത്തീകരിച്ച് 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ വിതരണം ചെയ്യാൻ സ്ഥിരമായി നിൽക്കുന്ന വോളണ്ടിയേഴ്സാണ്. അവർ വളരെ ശ്രമകരമായൊരു പ്രവർത്തനമാണ്. അതായത് ഇത്രയധികം ആളുകൾ, ഇപ്പോൾ വേനലിൻ്റെ ചൂടുണ്ട്, അവരെയൊക്കെ കൃത്യമായി നിന്ന് അത് വിതരണം ചെയ്യുന്നു. പരിഭവമില്ലാതെ അത് നൽകാൻ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഡിവൈഎഫ്ഐ കാണിക്കുന്ന ഇത് എല്ലാവരും തന്നെ മാതൃകയാക്കേണ്ടതാണ്. എന്തായാലും 8 വർഷം പൂർത്തിയാകുന്ന ഡിവൈഎഫ്ഐക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.